അതിന്റെ മുകളിലുള്ള ആളുകൾക്ക് കുട്ടികൾക്കുള്ള പരിരക്ഷ നൽകാൻ പറ്റില്ല. അത് സമൂഹത്തിന് അപകടമാണ്. ഞങ്ങളെ പെൺകുട്ടികളെ കെട്ടിക്കലോട്ട് തെരഞ്ഞെടുക്കേണ്ട പണിയാ ഇപ്പൊ പോലീസുകാർക്ക്. അങ്ങനെയാണെങ്കിൽ ഓരോ മഹലിലും സബ് ജയിൽ ഉണ്ടാക്കേണ്ടി വരും. ഓരോ മഹലിലും. അത് വലിയ അപകടം. ശ്രദ്ധിക്കേണ്ട ഞാൻ പറയുന്നത് വളരെ വലിയ കാര്യം. ഞാൻ ഓർത്തു പോകും, എപ്പോ ഇവിടെ വേണ്ടിന്റെ ഒരാളുടെ ആരാ വേണ്ടി? മർഹൂം CH മുഹമ്മദ് കോയ, അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അയാൾ പറയും എന്റെ സമുദായം, എന്താ പറയാ, എന്റെ സമുദായം. നിങ്ങൾക്ക് പറയണ്ടോ? മനസ്സിലാവുണ്ടോ? നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരിൽ ചേർക്ക് എന്റെ സമുദായം എന്ന് പറയാൻ ധൈര്യക്കുറവുണ്ടെന്നും മാത്രമല്ല, ഞാനൊരു മതേതരവാദിയാണെന്ന് ചിലരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിധിയുടെ അപ്പുറം വിട്ടുവീഴ്ചയ്ക്ക് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കാലിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നതെന്ന കാര്യം ശരിക്കും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിമായി ജീവിക്കാനുള്ള അധികാരമുണ്ട്. അത് ഈ രാജ്യത്ത് നമുക്ക് നേടിയെടുക്കാൻ കോടതിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതിന് സഹകരിക്കണം. ആവശ്യത്തിലധികം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിന് പിന്തുണ ആവശ്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഒരു ദീനിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ദീനനുസരിച്ച് ഒരു പിതാവിന്റെ പിതാവിന് ഒരു കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരവും തന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിർവഹിക്കപ്പെടേണ്ട കാര്യമില്ല. അതേപോലെ ഇവിടുത്തെ ഭരണാധികാരികളെ തീരുമാനിക്കേണ്ടത്, മറിച്ച് ആ പാവപ്പെട്ട പെൺകുട്ടിയെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഞാൻ ഒരു കുട്ടി 18 MBA കാരത്തി, ഇവിടെ നോക്കി, ബുദ്ധിപരമായ അടിമത്വം കൊണ്ടുവരുന്ന നോക്കിക്കോളി. ഒരു കുട്ടി 18 വയസ്സിന് മുമ്പ് കെട്ടിക്കാൻ പാടില്ല, നിയമം പാസ്സായി നിൽക്കുക അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ 8ാം ക്ലാസ് തോറ്റോ 9ാം ക്ലാസ് തോറ്റൊക്കെ ജീവിച്ചൊരു പെൺകുട്ടി. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് വിവാഹ മാർക്കറ്റിലേക്ക് വരുന്നത്. ശരിയല്ലേ? അല്ലേ? അതില് ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞവരുണ്ട്, MBBS ഉണ്ട്, BDS ഉണ്ട്. നിങ്ങൾ തോന്നിയൊക്കെ എഴുതിക്കൊള്ളു. ആ കൂട്ടത്തില് പാവപ്പെട്ട 10ാം ക്ലാസ് തോറ്റവുണ്ട്. ആരാ കുട്ടി ഇതിനെ കെട്ടിക്കൊണ്ടുപോവാ? നിങ്ങൾ പറയും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിൽ ചില ആളുകൾക്ക് ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ ഈ സമൂഹത്തിലെ പാവപ്പെട്ട ചിലരെ ജീവിക്കാൻ അനുവദിച്ചൂടെ നിങ്ങൾക്ക്? ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ മനസ്സിലാണ്ടോ? തിരിയുണ്ടോ? ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന, ശാരീരികമായ തകരാറുകളുള്ള, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടരാൻ സാധിക്കാത്ത പെൺകുട്ടികളെ അവരെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സുരക്ഷിതമായ ഒരു കല്യാണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ എന്താ ഉള്ളത്? പിന്നെ വേറെ ചില കാര്യമുണ്ട്. എന്താണത്? ലൻ തുർളാ അൻകൽ യഹൂദു വന്നസാറാ ഹത്താ തത്തബിഅ മില്ലത്തകും. അവരുടെ ദീൻ സ്വീകരിക്കോളം യഹൂദികളും നസാറാക്കളും നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് അള്ളാഹുവിന്റെ ദീനിനെ തൊട്ടുക്കാൻ നമ്മൾ ആരെയും അനുവദിക്കൂല. ഇതിന്റെ ഒരു ഭീകരത ഡൽഹി സംഭവം നമ്മൾ കണ്ട അങ്ങോർമല്ലേ? ആ കുതിര ചെങ്ങായിനെ വിടാനുള്ള കാരണം പറയും, 18 വയസ്സിന്റെ പ്രായം എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും 15 വയസ്സാക്കണം. ഇതങ്ങ് അനുവദിക്കാൻ പറ്റില്ല. 18 വയസ്സിന് താഴെ ഒരാള് ഇവിടെ കയറി എന്താണ് കുത്തി നമ്മളൊക്കെ കൊന്നാലും അയാൾ എങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ? ജുവൈനൽ കോർട്ടിലേക്ക്. അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താ അറിയോ? പരമാവധി എത്ര കൊടുക്കാം? 3 കൊല്ലം. ഇവിടെ നമ്മളെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കൊക്കെ വലിയ ശതമാനം ഇത് കാരണല്ലേ? ഈ ബലാത്സംഗ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടാനുള്ള കാരണതല്ലേ? സ്ത്രീകളെ സംരക്ഷിക്കാൻ ഈ നിയമം മൊത്തമായി മാറ്റണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ലാഹു തആല നമ്മളുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ഒറ്റ കാര്യം അവസാനമായി പറയാണ്. ഈ LCD പ്രദർശനമൊക്കെ വരാണ്ട് സമയം വൈകുന്നുണ്ട്. ഒറ്റ കാര്യം പറയാ. എന്താണ് ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന കാന്തപുരം ഗ്രൂപ്പിന്റെ ഈ നാടകം കൊണ്ട് സമുദായത്തിന് നഷ്ടമായത്? ഈമാനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ കദിബു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുക എന്നതിന് 3 മസലയുള്ളത്. ഒന്നെന്താ? കുഫറാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. പിന്നെ ഫാസിഖാകുമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. കളവ് പറയാൻ ഹലാലാണെന്ന് വിശ്വസിച്ചാൽ കാഫിറാകുമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. ഇങ്ങനെ 3 തരം ഉലമാക്കന്മാരുള്ളത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന്റെ വാലിദിനെ തൊട്ടുദ്ധരിക്കുന്ന അഭിപ്രായം അത് ശാഫിഈ മദ്ഹബിൽ മുഅ്തമദല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കരുതിക്കൂട്ടിയ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ കാഫിറാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറയുന്നയാൾ ഫാസിഖാകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സംഘടനയ്ക്ക് വേണ്ടിയാണെങ്കിൽ കളവ് പറയൽ ഹലാലാണെന്ന് വിശ്വസിക്കുന്നവനും കാഫിറാകും. അല്ലാഹു പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് നിസ്സാര വെള്ളക്കച്ചവടമല്ല, അത് വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. മറുപക്ഷത്തില് സാധാരണക്കാരായ ആളുകൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉലമാക്കൾക്ക് ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അനുസരിച്ച് പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക موافقة لقدرك ووفقنا لاتباع حبيبك مصطفى محمد صلى الله عليه وسلم إنك على كل شيء قدير برحمتك يا أرحم الراحمين. السلام عليكم.